എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ഗ്യാപ്പായി, കുറച്ചൊന്നല്ല ഒരുപാട് ഗ്യാപ്പായി, ഒരു 6 മാസത്തോളം ഗ്യാപ്പായിട്ടുണ്ട്. വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താ പറയുക, നമ്മൾ കുറേ നല്ല കണ്ടന്റ് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഇടണ്ടെന്ന് ഒരു രീതിയിലാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഈ ഇൻട്രൊഡക്ഷനിൽ കണ്ട പോലെ ഡിസ്ക്ലൈമർ ഐ എം നോട്ട് എ സെബി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട് അതൊന്ന് മാറ്റി പിടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. സോ കുറച്ചും കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഡിസ്ക്ലൈമർ എന്ന് പറയുന്നതിലും ഒരു മാറ്റം ഉണ്ടാവും. ഓക്കെ, സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റിയ സ്റ്റോക്കുകളാണ്. ഓക്കെ, അതിൽ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 949 റുപ്പീസാണ്. ഓക്കെ, ഇത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ ഡെയിലി ക്യാൻഡിൽ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഡൗൺ ആയിരുന്നു. ഇതിൻ്റെ വീക്ക്ലി ക്യാൻഡിൽ നോക്കാം. വീക്ക്ലി ക്യാൻഡിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് കയറി തിരിച്ചിറങ്ങി ആ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കഴിഞ്ഞിട്ടുള്ള FEGയിലേക്കാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു FEGയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇനി കയറാനുള്ളൊരു പോസിബിലിറ്റിയാണ് കാണുന്നത്. നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. റേഞ്ച് എന്ന് പറയുന്നത് 900 to 950 എന്ന് പറയുന്നത് നല്ലൊരു ബൈയിങ് റേഞ്ചാണ്. ഇൻ കേസ് ഈ ഒരു റേഞ്ചിൽ നിന്ന് താഴെ ഇറങ്ങുകയാണെങ്കിൽ പോലും ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് 811 ആ ഒരു റേഞ്ചിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ, ഓക്കെ, 848ഉം 870 ആ ഒരു റേഞ്ചിൽ. അപ്പോൾ മാക്സിമം ഇവിടെ നിന്ന് ഒരു മാർക്കറ്റ് റിവേഴ്സിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഫിബിനോച്ചി എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ലോ ടു ഈ ഒരു ഹൈ എടുത്ത് നോക്കുകയാണെങ്കിലും 50%-ലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നിന്ന് മാർക്കറ്റ് കയറാനുള്ളൊരു പോസിബിലിറ്റിയാണ് കാണുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നല്ലൊരു സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയൊരു സ്റ്റോക്ക് തന്നെയാണ്. സോ ലോങ് ടേമിൽ എന്ന രീതിയിൽ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഹോൾഡ് ചെയ്യാം. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ടാറ്റ കൺസൾട്ടൻസി സർവീസാണ്, TCS. സോ ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2327 രൂപയാണ്. സോ ഇത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ മന്ത്ലി ക്യാൻഡിൽ നോക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. സോ ഇതൊരു FEG ഗ്യാപ്പാണ്. സോ ഇതിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ ഇവിടുന്ന് ഈ OBയിലേക്ക് മാർക്കറ്റ് ഒന്നില്ലെങ്കിൽ OBയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ തന്നെ കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഈ ഒരു TCS നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. വരും ദിവസങ്ങളിൽ മാർക്കറ്റിന് കയറാനുള്ള പോസിബിലിറ്റി തന്നെയാണ്. നല്ലൊരു ഡൗണിന് ശേഷം മാർക്കറ്റിന് തിരിച്ചു കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് HDFC ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. സോ ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 614 രൂപ 35 പൈസയാണ്. 614 രൂപ. സോ ഇതും നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വന്ന് നിൽക്കുകയാണ്. ഓൾറെഡി ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്നിട്ട് തിരികെ കയറുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിലും ലൈക്ക് സെയിം ആ ഒരു സ്ട്രക്ചറിലാണ് ഇത് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, HDFCയുടെ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക്. സോ ലോങ് ടേമിലേക്ക് വാങ്ങുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് ഇപ്പോൾ വാങ്ങി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഇന്റേണൽ ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് മേ ബി വന്നേക്കാം. ഓൾറെഡി ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്ന് ഇവിടുത്തെ OBിൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ ആ ഒരു സ്വീറ്റ് സ്പോട്ടിലേക്ക് മാർക്കറ്റ് വന്നിട്ടാണ് കയറിയിരിക്കുന്നത്. വീണ്ടും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, വീണ്ടും താഴെ ഇറങ്ങി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ആ ഒരു മാർക്കറ്റ് ഈ ഒരു പാറ്റേണിൽ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു പാറ്റേണിൽ മാർക്കറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇറങ്ങുകയാണെങ്കിൽ പോലും ഈ ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്നിട്ട് വീണ്ടും ഇറങ്ങാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ റിസ്ക് കാറ്റഗറി അല്ലാണ്ട് ലോ റിസ്കിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഒരു ഹൈ ഓർഡർ ബ്ലോക്ക്. സോ ഈ ഒരു ലെവൽ എത്തുന്ന വരെ വെയിറ്റ് ചെയ്യുക എന്നില്ലെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് അദാനി എനർജി സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1342 രൂപയാണ്. ഇതും ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്ന് അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചെറിയൊരു പുൾ ബാക്ക് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 4200 ആ ഒരു റേഞ്ചാണ്. സോ മാർക്കറ്റ് ഒന്ന് ഡൗൺ ആയി. ഇവിടെ മൊത്തം അക്യുമുലേഷൻ ആയിരുന്നു. ഓക്കെ, അക്യുമുലേറ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് പതിയെ കയറുന്നുണ്ട്. ഓക്കെ, സോ ഇതും നല്ലൊരു സ്റ്റോക്കാണ്, അദാനി എനർജി സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മന്ത്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു റേഞ്ച് ഇങ്ങനെ ആ ഒരു പാറ്റേൺ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോകാനുള്ള ഒരു പോസിബിലിറ്റിയാണ് കാണുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ പറഞ്ഞ 4 സ്റ്റോക്കുകൾ: SBI, TCS, അതുപോലെ HDFC ലൈഫ് ഇൻഷുറൻസ്, പിന്നെ അവസാനം പറഞ്ഞ അദാനി ഗ്രീൻ സൊല്യൂഷൻ എന്ന് പറയുന്ന സ്റ്റോക്ക്. ഓക്കെ, ഈ 4 സ്റ്റോക്കുകളാണ് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ പുതിയൊരു കണ്ടന്റുമായിട്ട് എത്താം.
താങ്ക് യു.